വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് നന്ദന ലക്ഷ്മി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 21 5th ക്വസ്റ്റ്യൻ വരെ കംപ്ലീറ്റ് ആക്കി. ഈ ക്ലാസ്സിൽ നമുക്ക് പേജ് നമ്പർ 22 6th ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. 6th ക്വസ്റ്റ്യൻ, fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequences. അതായത് ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇതാണ്. അതായത് ഈ സ്ക്വയറിലെ എംപ്റ്റി സെൽസ് ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഫില്ല് ചെയ്യുമ്പം അത് ഒരു റോ ആയിട്ട് നോക്കുവാണെങ്കിലും ഒരു കോളമായിട്ട്, അതായത് ഒരു റോ ആയിട്ട് നോക്കുവാണെങ്കിലും കോളമായിട്ട് നോക്കുവാണെങ്കിലും അത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലായിരിക്കണം അതിലെ സംഖ്യകൾ. ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും ഇനി ഇങ്ങനെ 4 രീതിയിൽ നോക്കിയാലും എങ്ങനെ നോക്കിയാലും റോ ആയിട്ട് എങ്ങനെ നോക്കിയാലും കോളമായിട്ട് എങ്ങനെ നോക്കിയാലും അത് ഒരു അരിത്മെറ്റിക് സീക്വൻസിലായിരിക്കണം അതിൻ്റെ സംഖ്യകൾ. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഈ സ്ക്വയറിൽ 4 സെൽസ് ഓൾറെഡി ഫില്ലാണ്. നമ്മളിനി ബാക്കി സെൽസിലെ സംഖ്യകൾ കണ്ടുപിടിക്കണം. അപ്പം കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. അതായത് ഇങ്ങനെ നോക്കുമ്പം ഈ 4 സെൽസ് എടുക്കുകയാണെങ്കിൽ ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആക്കി അങ്ങനെ വേണം നമ്മളത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഒരു സീക്വൻസ് ആക്കി ഈ 1നെയും 4നെയും കൺസിഡർ ചെയ്യാം. അതായത് ആ സീക്വൻസിലെ ഫസ്റ്റ് ടേമായിട്ട് 1ഉം 4th ടേമായിട്ട് 4നെയും കൺസിഡർ ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഇത് ഒരു സീക്വൻസിലെ ഫസ്റ്റ് ടേമും 4th ടേമും ആണെങ്കിൽ ആ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് ഇതാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ, അപ്പോൾ ഇവിടെ ടേംസ് ഡിഫറൻസ് എന്ന് പറയുമ്പം ഏതൊക്കെയാണ് ടേംസ്? 1ഉം 4ഉം. അതിൻ്റെ ഡിഫറൻസ് അതായത് 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 4ൻ്റെ പൊസിഷനാണ് 4 അല്ലേ? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് 4th ടേമാണ്. അതുകൊണ്ട് 4ൻ്റെ പൊസിഷൻ 4 എന്ന് പറയാം. 1 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേമാണ്. അതുകൊണ്ട് 1ൻ്റെ പൊസിഷൻ 1 തന്നെ. ഓക്കെ, 4 മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. 4 മൈനസ് 1 എത്രയാണ്? 3. 3 ബൈ 3 ഈസ് ഈക്വൽ ടു 1. അപ്പം 1 ആണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം 1 ആണ്. സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ ഈ 1ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. 2 ആണ് സെക്കൻഡ് ടൈം. ഇനി തേർഡ് ടൈം കിട്ടണമെങ്കിൽ ഈ 2ൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. അതായത് 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 3 പ്ലസ് 1 ആണ് 4. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതും കണ്ടുപിടിക്കാം. എങ്ങനെ? 1 എന്ന് പറഞ്ഞത് ആ സീക്വൻസിലെ ഫസ്റ്റ് ടേമായും 7 എന്ന് പറയുന്നത് 4th ടേമായും കൺസിഡർ ചെയ്താൽ നമുക്ക് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് അതിൻ്റെ സീക്വൻസും കണ്ടുപിടിക്കാം. ഓക്കെ, D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഏതൊക്കെയാണ് ടേം? 7ഉം 1ഉം. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7 മൈനസ് 1 ഡിവൈഡഡ് ബൈ പൊസിഷൻസ്. പൊസിഷൻസ് ഏതൊക്കെയാണ്? 7ൻ്റെ പൊസിഷൻ എത്രാമതാണ്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇത് 4th ടേമാണ്. അതുകൊണ്ട് 7ൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 മൈനസ് 1 എന്ന സംഖ്യയുടെ പൊസിഷനാണ് 1 തന്നെ അല്ലേ? ഇത് ഫസ്റ്റ് ടേമാണ്. അതുകൊണ്ട് 1 എന്ന് എഴുതാം. 7 മൈനസ് 1 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 6 ബൈ 3 ഈസ് ഈക്വൽ ടു 2. 2 ആണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമായ 1ൻ്റെ കൂടെ 2 ആഡ് ചെയ്യണം. ഓക്കെ, 1 പ്ലസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3.
ഇനി അടുത്ത ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 3യുടെ കൂടെ വീണ്ടും 2 ആഡ് ചെയ്യണം. അതായത് 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. 5 + 2 ആണല്ലോ 7. ഓക്കെ, ഇനി നമുക്ക് ഇതും ഇതുപോലെ ഒരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ 2 സെൽസിലെ സംഖ്യകൾ കണ്ടുപിടിക്കണം. അതിനായി 7 ഫസ്റ്റ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. 7 ഫസ്റ്റ് ടൈം ആണെങ്കിൽ 28 എന്ന് പറയുന്നത് 4th ടൈം ആയിരിക്കും. D ഈസ് ഈക്വൽ ടു ടേംസ് ഏതൊക്കെയാണ്? 28ഉം 7ഉം. 28 - 7 ബൈ 28ൻ്റെ പൊസിഷൻ എത്രയാണ്? 4 അല്ലേ. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. 28ൻ്റെ പൊസിഷനാണ്. ഇത് 4th ടൈമാണ്. 4 - 7 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം 1. ഓക്കെ, 28 - 7 is equal to 21 divided by common difference, position difference, that is equal to 4 - 1. എത്രയാണ്? 3. 21 divided by 3 is equal to 7. 7 ആണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടൈമായ 7ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 7 ആഡ് ചെയ്യണം. അതായത് 7 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. 14 ആണ് സെക്കൻഡ് ടൈം. ഇനി തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഈ 14ൻ്റെ കൂടെ 7 ആഡ് ചെയ്യണം. അതായത് 14 + 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 21. ഓക്കെ, ഇനി നമുക്ക് ഈ 4 എന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈമായിട്ടും 28 4th ടൈമായിട്ടും എടുത്തുകൊണ്ട് വേറൊരു സീക്വൻസ് അങ്ങനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ 2 സെൽസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ് ഫസ്റ്റ് ടൈം, 28 ആണ് 4th ടൈം. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ടൈം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടൈംസ് ഏതൊക്കെയാണ്? 28ഉം 4ഉം അല്ലേ. അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 28ൻ്റെ പൊസിഷൻ 4 ആണ്, 4ൻ്റെ പൊസിഷൻ 1. ഓക്കെ, 28 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 4 - 1. 4 - 1 എത്രയാ? 3 അല്ലേ. 24 divided by 3 that is equal to 8. 8 ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ സെക്കൻഡ് ടൈം കിട്ടണമെങ്കിൽ 4ൻ്റെ കൂടെ 8 ആഡ് ചെയ്യണം. അതായത് 4 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. 12 ആണ് സെക്കൻഡ് ടൈം. തേർഡ് ടൈം കിട്ടണമെങ്കിൽ ഈ 12ൻ്റെ കൂടെ വീണ്ടും 8 ആഡ് ചെയ്യണം. അതായത് 12 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 20. 20 ആണ് ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. ഓക്കെ, ഇനി നമുക്ക് 4 സെൽസിലെ സംഖ്യകൾ കൂടെ കണ്ടുപിടിക്കണം. ഇനി അത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് സീക്വൻസിലെ സംഖ്യകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പം എനിക്ക് ഇതിലെ ഈ സെല്ലിലെ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വേണമെങ്കിൽ നോക്കാം അല്ലേ. 3 ഫസ്റ്റ് ടൈമായി 12 4th ടൈമായിട്ടുള്ള ഒരു സീക്വൻസ് എടുത്താൽ എനിക്ക് ഇതിലെ 2 സംഖ്യകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ എടുക്കാം. 2 ഫസ്റ്റ് ടൈം ആയിക്കൊണ്ട് 14 4th ടൈം ആയിക്കൊണ്ട് എടുത്താലും എനിക്ക് ഈ സെല്ലിലെ സംഖ്യ കിട്ടും. അപ്പം ഇനി നമുക്ക് ഈ 4 സംഖ്യകൾ കണ്ടുപിടിക്കാൻ ഒന്നെങ്കിൽ ഇങ്ങനെ രണ്ട് സീക്വൻസ് എടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സീക്വൻസ് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഇങ്ങനെ സീക്വൻസാണ്. ഓക്കെ, നമുക്കിനി ഈ 2 സെൽസിലെ സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിൽ 3 ഫസ്റ്റ് ടൈം ആയിക്കൊണ്ടും 12 4th ടൈം ആയിക്കൊണ്ടും കൺസിഡർ ചെയ്യാം അല്ലേ. ഒരു സീക്വൻസ് എന്നിട്ട് അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് സംഖ്യകൾ കണ്ടുപിടിക്കാം. അതായത് D കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടൈം ഡിഫറൻസ്. ടൈംസ് ഏതൊക്കെയാണ്? 12ഉം 3ഉം അല്ലേ. 12 എന്ന് പറഞ്ഞാൽ 4th ടൈമാണ്, 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. 12 - 3 is equal to 9 divided by 4 - 1 എത്രയാണ്? 3. ഓക്കെ, 9 divided by 3 is equal to
3 തന്നെ അല്ലേ? അപ്പോൾ 3 ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്ത 3 ഫസ്റ്റ് ടൈം ആയിക്കൊണ്ടും 12 ഫോർത്ത് ടൈം ആയിക്കൊണ്ടുള്ള അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 3യുടെ കൂടെ ഒരു 3 ആഡ് ചെയ്താൽ മതി. അതായത് 3 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഇനി തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ വീണ്ടും ഈ 6ൻ്റെ കൂടെ 3 ആഡ് ചെയ്യണം. അതായത് 6 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, ഇനി ഇതൊരു സീക്വൻസ് ആയിട്ട് കൺസിഡർ ചെയ്ത ഈ 2 സെൽസിലെ കോമൺ ഡിഫറൻസ്, ഈ 2 സെൽസിലെ സംഖ്യകൾ കണ്ടുപിടിക്കാം. അപ്പോൾ 5 ആണ് ഫസ്റ്റ് ടൈം, 20 ആണ് ഫോർത്ത് ടൈം. D is equal to 20 minus 5 divided by 20യുടെ പൊസിഷനാണ് 4 മൈനസ് 5ൻ്റെ പൊസിഷൻ 1 is equal to 20 minus 5 എത്രയാണ്? 15 divided by 4 minus 1 that is equal to 3. 15 divided by 3 എത്രയാണ്? 5. 5 ആണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. അതായത് 5 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഇനി തേർഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ 10ൻ്റെ കൂടെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. അതായത് 10 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിലെ എല്ലാ സെൽസിലെയും സംഖ്യകൾ കിട്ടി. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം, ഇതൊരു റോ ആയിട്ട് നോക്കുവാണെങ്കിലും കോളമായിട്ട് നോക്കുവാണെങ്കിലും എങ്ങനെ നോക്കിയാലും ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിലായിരിക്കും ഇതിൻ്റെ സംഖ്യകൾ പോകുന്നത്. ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.